ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിലെ പുറത്തുള്ള കുറച്ച് ചെടികൾ, പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. പിന്നെ കൂടെ നമുക്ക് കുറച്ച് സെയിലിനുള്ള പ്ലാന്റുകളും കണ്ടു നോക്കാം. ഗാർഡന് നമ്മളെപ്പോഴും നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെ സെറ്റ് ചെയ്യണം. പൂക്കളിടുന്ന ചെടികൾ നമ്മൾ എപ്പോഴും വളം കൊടുക്കണം. നമുക്ക് NPK ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ DAP ഫെർട്ടിലൈസറോ ഒക്കെ യൂസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോഴാണ് അവർ നല്ല പൂക്കൾ, നല്ല വലിപ്പവും നല്ല ഭംഗിയൊക്കെ ഉള്ള പൂക്കൾ തരുന്നത്. പിന്നെ എപ്സം സാൾട്ട് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചെടികളുടെ പച്ച കളറ് നല്ല ഭംഗിയോടെ നിൽക്കും. ഓരോ ചെടികളെയും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് കൊണ്ടുപോരുമ്പോഴാണ് ആ ഒരു ഗാർഡൻ്റെ ഭംഗി തിരിച്ചറിയുന്നത്. ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ ചെടികളെയും അവിടുത്തെ ചുറ്റുപാടും കണ്ടാൽ തന്നെ ആ ഒരു വീട്ടിലെ വീട്ടമ്മ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നല്ല വെയിൽ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് അഡീനിയം അതുപോലെ ഓർക്കിഡ് ഒക്കെ നട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ ഭംഗിയാക്കിയെടുക്കാം. ഓർക്കിഡിന് നല്ല വെയിൽ വേണം, നന്നായി ഫ്ലവറും തരും ആ സമയത്ത്. പിന്നെ കൂടുതൽ വെയിൽ അടിക്കാത്ത ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആന്തൂറിയം ചെടികൾ നട്ടുകൊടുക്കാം. പിന്നെ കുറച്ച് കാണുന്ന ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രാസും ഒക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാനും പറ്റും. ഇനി വെയിൽ കൊള്ളാത്ത ഇൻഡോറായിട്ട് വെക്കുന്ന ആന്തൂറിയങ്ങളുണ്ട്. അവയും നമുക്ക് ഇൻഡോറായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഡെൻഡ്രോബിയം ഓർക്കിഡും അതുപോലെ അഡീനിയും ഒക്കെ കൂടുതലും മെയിൻ്റനൻസ് ഇല്ലയെന്ന് എൻ്റെ അനുഭവത്തിൽ തോന്നുന്നത്. ഞാൻ അത്ര മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാറില്ലെങ്കിലും നന്നായിട്ട് ഫ്ലവറും നന്നായിട്ട് ചെടി വളർന്നു വരുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് വെയിൽ കൊള്ളാനും മുറ്റത്തിറങ്ങാനൊക്കെ മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ഷെഡ് കെട്ടി അവിടെ അഗ്ലോണിമ ചെടികളും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. ആന്തൂറിയവും അഗ്ലോണിമയും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പീച്ച് പനാമയാണ്, നല്ല ഭംഗിയാണിത്. വളർന്ന് വലിയ ചെടിയാവുമ്പോൾ എടുത്തു കാണിക്കുന്നൊരു ഭംഗിയാണിതിന്. പിന്നെയുള്ളത് പീക്കോക്ക് പ്ലാന്റ് ആണ്. നല്ല പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറ് കയറി വരുന്ന ഒരു ചെടിയാണിത്. നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ റെഡ് എമറാൾഡ് ആണുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇനി ഗ്രീൻ വെറൈറ്റിയിലെ ഈ ഒരു സുന്ദരിയായ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. പിന്നെയുള്ളത് അതിലേറെ ഭംഗിയുള്ള ലെമൺ യെല്ലോയും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്നൊരു പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് മിൽക്കി വേ ആണ്. നെക്സ്റ്റ് ഗാർഡനിൽ ഏറ്റവും ഭംഗിയോടെ വളർന്ന് നിൽക്കുന്ന ചെടികളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന മെഹനാക്കോണാണ്. നെക്സ്റ്റ് പ്ലാന്റ് എന്നും എപ്പോഴും സുന്ദരിയായി നിൽക്കുന്ന ജയ്പോങ് റെഡ് ആണ്. അതുപോലെ തന്നെ സൗന്ദര്യത്തിൽ ഒട്ടും കുറവില്ലാത്ത 10 ക്യാരറ്റ്. പിന്നെ വൈറ്റ് ക്യാൻഡിയാണ് ബുഷിയായി വളർന്നു നിൽക്കുന്നത്. അടുത്തത് ഗോൾഡൻ പപ്പായ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ആണ്, ഇതും ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിങ്ക് അരോറയുടെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്. ഇനിയും ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ലെമൺ യെല്ലോയിൽ വൈറ്റ് കളർ കയറി വരുന്ന മറ്റൊരു പ്ലാന്റും കൂടെ സാധാരണക്കാരിയായൊരു പ്ലാന്റ് ആണ്. നല്ല പിങ്ക് കളർ കയറി വരുന്ന ബുഷിയായിട്ടുള്ള പ്ലാന്റ്. ഇതും ഒരു ചട്ടി നിറയെ വളർന്നു നിൽക്കുന്ന ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ്. ഗ്രീൻ പീക്കോക്ക് ടൈഗർ എന്നൊക്കെ പറയുന്ന പ്ലാന്റിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. സിൽവർ കളറും ഗ്രീനും വൈറ്റും കൂടെ മിക്സാണിത്. പിന്നെ റെഡ് കളറും ഗ്രീനും പിങ്കും എല്ലാം കൂടെ കയറി വരുന്ന നമ്മുടെ ബോക്സറിൻ്റെ മദർ പ്ലാന്റുകൾ സെയിലിനുണ്ട്. അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ വലിയ വലിയ പ്ലാന്റുകളാണ്. ഗ്രീൻ എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ്. ഇതും നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. കോബ്ര ചെടിയുടെ പോലെ തന്നെ ഗ്രീൻ മാത്രമുള്ള ഒരു മിനിയേച്ചർ ടൈപ്പ് ചെടിയാണിത്. നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പിങ്ക് കളർ കയറി വരുന്നുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. കുഞ്ഞു ലീഫുകളിൽ നല്ല റെഡ് കളർ ലൈനൊക്കെ ആയിട്ട് റൊട്ടാൻഡം പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ബുഷിയായ അഗ്ലോണിമയാണ്. പിന്നെയുള്ളത് തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ പീക്കോക്ക് കലാത്തിയ. അടുത്തത് സിൽവർ ഫ്രോസൺ ആണ്. ഫ്രോസണിൻ്റെ വലിയ ലീഫുകളും വലിയ ചെടിയൊക്കെയാണിത്. അടുത്തത് സുക്സം റെഡിൻ്റെ
ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെയുള്ളത് പിങ്ക് ഡാൽമേഷ്യൻ. അടുത്തത് ഈത്രമാര പിങ്ക് ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. കോസ്റ്റ്ലി ആയ പ്ലാന്റുമാണ്. നെക്സ്റ്റ് ആന്തൂറിയം ഹോക്കേരിയാണ്. ഹോക്കേരി നല്ല ഭംഗിയാണ് വീടിൻ്റെ അകത്തൊക്കെ വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. അടുത്തത് അഗ്ലോണിമ ഗോസ്റ്റിൻ്റെ മദർ പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഭംഗിയുള്ള വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത്. ഇതും ഇതിൻ്റെ നല്ല പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. നെക്സ്റ്റ് ഈത്രമാര ബ്ലാക്ക് പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല റെഡ് കളർ കയറി വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രീൻ വെറൈറ്റിയിൽ ഒരു നോർമൽ വെറൈറ്റിയാണിത്. അതുപോലെ തന്നെ നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണിതും. ഇത്രയൊക്കെ അഗ്ലോണിമകളാണ് കേട്ടോ നമ്മൾ സെയിലിനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. ആ ചെടികൾ DTDC കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കോൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടാക്കാതിരിക്കുക. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.